നല്ല സമരിയക്കാരന്റെ കഥ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോയിലേക്ക് പോകുന്നു. വഴി വളരെ ദുർഘടം നിറഞ്ഞതാണ്. ഈ മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. അവർ അവനെ മുറിവേൽപ്പിച്ചു, കൊള്ളയടിച്ചു. അർത്ഥപ്രാണനായി അവിടെ ഉപേക്ഷിച്ചു പോയി. ഒരു പുരോഹിതൻ ആ വഴി വന്നു. ഈ മനുഷ്യനെ ശ്രദ്ധിക്കാതെ നടന്നുപോയി. ഒരു ലേഖനും ആ സ്ഥലത്തെത്തി. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. തുടർന്ന് ഒരു ശമരിയക്കാരൻ ആ സ്ഥലത്തെത്തി. ഈ മുറിവേറ്റ ആളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകൾ കെട്ടി അവനെ തന്നെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ ശമരിയക്കാരൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവരെ രക്ഷ ചെയ്യാമെന്നും അധികം എന്തെങ്കിലും വന്നാൽ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്നും അറിയിച്ചു. കർത്താവ് യഹൂദ റബ്ബിയോട് ഇതിൽ ആരാണ് നല്ല അയൽക്കാരൻ എന്ന് ചോദിച്ചു. യഹൂദ റബ്ബി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് മറുപടി പറഞ്ഞു. യാക്കോബ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രവൃത്തിയല്ലാത്ത വിശ്വാസം നിർജീവമത്രേ. വിശ്വാസവും പ്രാർത്ഥനയും പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കാതെ പോയപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ കരുണ കാണിക്കുകയാണ് ചെയ്തത്. യഥാസ്ഥിതി യഹൂദ മതപ്രകാരം ഒരു യഹൂദന്റെ അയൽക്കാരൻ മറ്റൊരു യഹൂദൻ മാത്രമാണ്. എന്നാൽ ഈ കഥയിലൂടെ കർത്താവ് പഠിപ്പിച്ചത് ജാതി മത വർഗ പരിശോധനകൾക്ക് അതീതമായി എല്ലാവരും എല്ലാവർക്കും അയൽക്കാരാണെന്നതാണ്. മുറിവേറ്റ മനുഷ്യനെ യഹൂദനായും അവർ ഏറ്റവും വെറുക്കുന്നവരും ശത്രുക്കളായി കാണുന്നവരും ശമരിയക്കാരനുമായി ചിന്തിക്കുമ്പോൾ തങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാത്തവർക്കും ഒരാപത്ത് വന്നപ്പോൾ ഒന്നും നോക്കാതെ ദൈവിക കരുതൽ പ്രകടിപ്പിച്ച് ഏവർക്കും ഒരു മാതൃകയായിത്തീരുന്നു നല്ല ശമരിയക്കാരൻ. ഇവിടെ ശമരിയക്കാരന്റെ മനസ്സലിവ് എത്ര ശ്രേഷ്ഠമാണ്! വലിയൊരു ചിന്തയെ എത്ര ലളിതമായാണ് കർത്താവ് പഠിപ്പിച്ചത്. പഴയ നിയമത്തിന്റെ സൗഹൃദമായ പരസ്നേഹത്തിന്റെ പ്രമാണത്തെ പുതിയ നിയമത്തിലെ സർവ്വ